എക്സിറ്റ് പോളിൽ ആർക്കും ഭൂരിപക്ഷമില്ലെന്നും അതിനാൽ ബി.ജെ.പി. നിർണായകമാകുമെന്നും പാലായിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജ് തൂക്കുസഭയാകും ഉണ്ടാവുക. പാലായിലും പൂഞ്ഞാറിലും വിജയിക്കാനാകുമെന്നും ഷോൺ ജോർജ് 24നോട് പറഞ്ഞു. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എക്സിറ്റ് പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ UDF തന്നെ ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഫലങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ യഥാർത്ഥ ഫലം അറിയാൻ ഉള്ളൂ. എങ്ങനെയാണ് ബി.ജെ.പി. ഇതിനെ നോക്കിക്കാണുന്നത് ഈ എക്സിറ്റ് പോൾ? എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങളെ ഇപ്പം ബി.ജെ.പിക്ക് പറയുന്നത് 12 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ എക്സിറ്റ് പോളിലും LDF UDFൻ്റെ ഫലങ്ങൾ എല്ലാ 4-5 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ശക്തമായൊരു സാന്നിധ്യം ഉണ്ടായാൽ 8ന് മുകളിൽ ഒരു സീറ്റ് ബി.ജെ.പിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ഒരു ഹാങ്കിങ് ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതല്ല, ഇപ്പോൾ എല്ലാം 3 ദിവസത്തിനപ്പുറത്തിരിക്കുന്ന കാര്യമാണ്, എല്ലാം പെട്ടിക്കാത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തമായ ഭൂരിപക്ഷം UDF ഉണ്ടാകുമെന്ന് ബി.ജെ.പി. കരുതുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും പല തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് പല വിവാദങ്ങളുണ്ടായത്, അല്ലാതെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒന്നുമില്ലായിരുന്നു. അവിടെ വളരെ കൃത്യമായ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും പറയുന്നു. ഞാൻ ഇതിന് ശേഷം എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെ പോലെ അവകാശവാദങ്ങളുമായിട്ടൊന്നും റോഡിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം 4-ാം തീയതി പാലായിൽ നിന്ന് ആരംഭിക്കും. ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളൊന്നും നോക്കണ്ട നിങ്ങൾ. ഷോൺ ജോർജ് പാലായിൽ ജയിക്കുമെന്ന് നോക്കിയ ശാണ്. പൂഞ്ഞാറിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു നല്ല ട്രെൻഡ് നമ്മൾ പ്രതീക്ഷേനപ്പുറത്തോട്ട് ജനം PC ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. 2016 സ്വതന്ത്രമായി മത്സരിച്ച കാലഘട്ടത്തിൽ നമുക്ക് അനുകൂലമായി ഉണ്ടായൊരു ട്രെൻഡ് പൂഞ്ഞാറിലുണ്ടായി. അത് ഒരു വലിയ പ്രതീക്ഷയാണ് എനിക്കുണ്ടായത്. എന്തായാലും അതാണ് ബി.ജെ.പിയുടെ നിലപാട് വ്യക്തമാക്കി. എന്തായാലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത എക്സിറ്റ് പോളുകൾ കാണുമ്പോൾ വലിയ ഭൂരിപക്ഷം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നിർണായകമാകും കേരളത്തിൽ എന്നുള്ള ഒരു നിലപാടാണ് ഷോൺ ജോർജ് ഇപ്പോൾ നമ്മളോട് നടത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.